കർണാടകയിലെ ധർമ്മസ്ഥല കൊലപാതകങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും വനിതാ ഉദ്യോഗസ്ഥ പിന്മാറി. സൗമ്യലത IPS ആണ് പിന്മാറിയത്. വ്യക്തിപരമായ ആവശ്യങ്ങളെ തുടർന്നാണ് പിന്മാറ്റം എന്നാണ് വിശദീകരണം. ഉദ്യോഗസ്ഥയുടെ പിന്മാറ്റം കർണാടക ആഭ്യന്തരമന്ത്രി സ്ഥിരീകരിച്ചു. സരീഷ് PK ചേരുന്നു വിവരങ്ങളുമായി. സരീഷ്, അവിടെ ഉന്നതർക്കെതിരെയാണ് ആരോപണം ഉയരുന്നത്. ഈ കൊലപാതകങ്ങൾ വേണ്ട രീതിയിൽ അന്വേഷിക്കപ്പെടുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് വനിതാ ഉദ്യോഗസ്ഥ പിന്മാറിയിരിക്കുന്നത്. ഇത് നൽകുന്ന സൂചന എന്താണ്? എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്ന്? ആദ്യഘട്ടം മുതൽ പോലീസിനെതിരെ വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. കാരണം ധർമ്മസ്ഥലയിലെ ഈ കൊലപാതകങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനെതിരെ ചൂണ്ടിക്കാട്ടുകയും പോലീസ് ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടിയെടുക്കാത്തതാണ് ഇത്രയേറെ കൊലപാതകങ്ങൾ തുടർച്ചയായി ഉണ്ടാവാനുള്ള കാരണമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പരാതി ഉയർന്നിരുന്നു. പിന്നീട് പലപ്പോഴായി ഈ ശവശരീരങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ലഭിച്ചപ്പോൾ പോലും പോലീസ് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല. ഈ സ്ഥലത്തെ SIO അല്ലെങ്കിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോ ഈ സ്ഥലത്ത് ഇടപെട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ വെളിപ്പെടുത്തൽ, ഈ മുൻ ജീവനക്കാരന്റെ ഒരു വെളിപ്പെടുത്തൽ വരികയും അതിൽ ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തത്. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ DIG MN അനുച്ഛേദ്, DCPമാരായ SK സൗമ്യലത, ജിതേന്ദ്രകുമാർ ദൈമ എന്നിവരുടെ നേതൃത്വത്തിൽ 20 അംഗ സംഘമായിരുന്നു ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. അവർ നാളെ അന്വേഷണം ആരംഭിക്കാനിരിക്കുകയാണ്. വനിതാ പ്രതിനിധിയായ SK സൗമ്യലത തനിക്ക് സ്വകാര്യ ആവശ്യങ്ങളുണ്ട്, അതിനാൽ തന്നെ അവധിയിലേക്ക് പോവുകയാണ്. ഈ അന്വേഷണ സംഘത്തോടൊപ്പം ചേരാനാകില്ല എന്ന് കാണിച്ച ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഈ കത്ത് നേരിട്ട് ഇവർക്ക് ആഭ്യന്തരമന്ത്രിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ വ്യക്തിപരമായി ഇത്തരത്തിലൊരു കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായ G പരമേശ്വര തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം ആരംഭിക്കാനിരിക്കെ പ്രത്യേകിച്ച് വനിതാ പ്രതിനിധി 4 അംഗ സംഘത്തിൽ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരായ 4 അംഗ സംഘത്തിൽ ഏക വനിതാ പ്രതിനിധിയാണ് സൗമ്യലത. പ്രത്യേകിച്ച് ഈ 14 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ തുടർച്ചയായി കൊല്ലപ്പെടുന്നു എന്നുള്ളതായിരുന്നു പരാതി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ ഏജൻസി, അതായത് SITയെ ഉൾപ്പെടുത്തിയപ്പോൾ അതിൽ വനിതാ പ്രാതിനിധ്യം വേണം എന്ന് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുകയും DCP ആയ സൗമ്യലതയെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ അതേ വനിതാ പ്രതിനിധി ഇല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ തന്നെ അന്വേഷണം ആരംഭിക്കും. അതിനു മുന്നോടിയായി തന്നെ പുതിയൊരു വനിതാ പ്രതിനിധിയെ തന്നെ ഈ സംഘത്തിൽ നിയമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായ G പരമേശ്വര പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ ഇനി വരും നാളുകളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ അന്വേഷണ സംഘത്തിൽ തന്നെ ഈ അതിർത്തിയുണ്ട്. കാരണം ഈ പലപ്പോഴും പരാതികൾ ഉണ്ടായിട്ടില്ല. പരാതികൾ ഉണ്ടെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ, അതായത് 10-16 വർഷത്തിനിടയിലാണ് ഇത്രയേറെ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. അതിൽ കൃത്യമായ രേഖകളില്ല. അപ്പോൾ എവിടെ നിന്ന് ആരംഭിക്കും എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ ആളുകൾ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. സരീഷ് PK ആണ് വിവരങ്ങൾ പങ്കുവച്ചത് കാസർഗോഡ്.